നമസ്കാരം, ഞാൻ രശ്മി സുരൻ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള കുറച്ച് ചേരുവകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അരിയുണ്ട. അരിയുണ്ട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും കുറേ നാളായിട്ട് ഉണ്ടാക്കി നോക്കാത്തവർക്കും ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കാൻ പോകുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നത്. അരിയുണ്ട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1 കപ്പ് മട്ടയരിയാണ്. സാധാരണ നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന ഏതരി വേണമെങ്കിലും അരിയുണ്ട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഇതൊന്ന് 2-3 തവണ കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് മുഴുവനായിട്ടും വറ്റി കിട്ടും. വെള്ളം മുഴുവൻ വാർന്നതിന് ശേഷം നമുക്കിതൊരു ഇരുമ്പ് ചട്ടിയിലോ മൺചട്ടിയിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒട്ടും കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാനായിട്ട്. ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നതെങ്കിൽ ചെറിയ ബർണറിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 10 മിനിറ്റ് നന്നായിട്ട് ഇളക്കി വറുത്തെടുത്താൽ മതി. അരിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി എല്ലാ അരിയും ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വറുത്തെടുത്തിരിക്കുന്ന അരി നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും തരിയില്ലാതെ തന്നെ പൊടിച്ചെടുക്കാം. അരി ചൂടോടുകൂടി തന്നെ പൊടിച്ചെടുക്കരുത്, ജാറിൻ്റെ അടപ്പ് തെറിച്ചു പോകും. അതുകൊണ്ട് ചൂടാറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക. അരി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ തന്നെയാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് അരിയുണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഒരുക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കാം. ഇത് 125 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരയുടെ അളവ് നമുക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തണം. ഇതൊരു പാകത്തിനുള്ളൊരു മധുരമാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര ഒന്ന് ഉരുകി വന്നാൽ മാത്രം മതി. ഇനി കരടുള്ള ശർക്കരയാണെങ്കിൽ ഈ ശർക്കരപ്പാനി ഒന്ന് അരിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ശർക്കരപ്പാനി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ശർക്കരപ്പാനിയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ശർക്കരപ്പാനി ഒന്ന് കുറുകി വരാനേ പാടുള്ളൂ. ചെറുതായിട്ടൊന്ന് ഒട്ടാൻ തുടങ്ങുന്ന പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ശർക്കരപ്പാനി നന്നായിട്ട് കുറുകി ഒരു നൂൽ പാകമാവാനായിട്ട് കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരിയുണ്ട ഒരുപാട് അങ്ങ് ഹാർഡായി പോകും, ഭയങ്കര കടുപ്പായിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ട കിട്ടണമെങ്കിൽ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് ഒട്ടുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഒരു നൂൽ പാകമാവാനായിട്ട് കാത്തു നിൽക്കാനേ പാടില്ല. ശർക്കര കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇതുപോലെയൊന്ന് ഒട്ടുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഒരുപാട് അങ്ങ് തണുത്തു പോകേണ്ട, ചെറിയൊരു ചൂട് വേണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നല്ലൊരു മണത്തിനും രുചിക്കൊക്കെ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 3-4 ഏലക്ക എടുത്തിട്ട് പൊടിച്ചിട്ടങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഏലക്കാപ്പൊടിയും എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരി വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്തതിന് ശേഷം ശർക്കരയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് നനഞ്ഞു വരണം. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടുള്ള സമയത്ത് ചെറിയ അരിയുണ്ടകളായിട്ട് നമുക്ക് പിടിച്ചെടുക്കാം. ഒരുപാട് തണുത്തു പോകരുത്, അപ്പോൾ അരിയുണ്ടയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഉണ്ടാക്കി എടുക്കണം. അരിയുണ്ട നമുക്ക് 2 വിധത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് നമുക്ക് തേങ്ങ പച്ചയ്ക്ക് തന്നെ ശർക്കരേൻ്റെ കൂടെ കൂട്ടിയിട്ട് അരിപ്പൊടിയിലേക്ക് ചേർത്തിട്ട് കുഴച്ചിട്ട് വേണമെങ്കിൽ അരിയുണ്ട ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ തയ്യാറാക്കിയതുപോലെ ശർക്കര പാനിയിലേക്ക് തേങ്ങ ഇട്ടിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് അരിയുണ്ട ഉണ്ടാക്കിയെടുക്കാം. ശർക്കര പാനിയിലേക്ക് തേങ്ങ ഇട്ടിട്ട് വെള്ളം വറ്റിച്ച് അരിയുണ്ട ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും. നമുക്ക് 2-3 ആഴ്ച ഇത് ഉപയോഗിക്കാം. അതേസമയം നമ്മൾ തേങ്ങ പച്ചയ്ക്ക് ശർക്കരേൻ്റെ കൂടെ ഇട്ടിട്ട് അരിപ്പൊടിയായിട്ട് കുഴച്ചിട്ട് അരിയുണ്ട ഉണ്ടാക്കുന്ന സമയത്ത് അത് 2-3 ദിവസം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ ദിവസം ഉപയോഗിക്കണമെങ്കിൽ ഇതേപോലെ ശർക്കര പാനിയിലേക്ക് തേങ്ങ ഇട്ടിട്ട് അരിയുണ്ട ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ കൂടുതൽ ദിവസം നമുക്ക് അരിയുണ്ട ഉപയോഗിക്കണമെങ്കിൽ തേങ്ങ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് എണ്ണയൊന്നും ഇല്ലാതെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക. അതിനുശേഷം അരിയുണ്ട ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ ദിവസം അരിയുണ്ട ഉപയോഗിക്കാനായിട്ട് പറ്റും. 1 കപ്പ് അരിക്ക് ഈ ഒരു വലുപ്പത്തിൽ നമുക്കൊരു 14 അരിയുണ്ടയോളം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ചെറിയൊരു ചൂടോടുകൂടി തന്നെ എല്ലാ അരിയുണ്ടയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് കുറുകി വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതേപോലെ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് അരിയുണ്ട ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ
വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.